കണ്ണൂരിൽ അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിലേക്കാണ് ഇന്ന് പൊതുജനം കഴുത LSR ആദ്യം പോകുന്നത്. അമൃത് പദ്ധതി പ്രകാരം കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ച 124 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള കേന്ദ്രം ജവഹർ സ്റ്റേഡിയത്തിന് സമീപമാണ്. കേൾക്കുമ്പോൾ അടിപൊളിയെന്ന് തോന്നുന്നുണ്ടല്ലേ? ഒറ്റ കുഴപ്പമേയുള്ളൂ, ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ പാർക്ക് ചെയ്യാൻ വാഹനങ്ങളില്ല. അതൊക്കെ പാർക്ക് ചെയ്യുന്നത് പാർക്കിംഗ് കേന്ദ്രത്തിന് സമീപത്താണെന്ന് മാത്രം. കാണാം പാർക്കിങ്ങിൽ നോ പാർക്കിംഗ്. 12 കോടി രൂപ ചെലവഴിച്ചാണ് കണ്ണൂരിൽ 2 മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം സ്ഥാപിച്ചത്. അതിലൊന്നിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ടും ജവഹർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ ആകെ 15 വാഹനങ്ങൾ മാത്രമാണ് ദിവസവും എത്താറുള്ളത്. മൾട്ടി ലെവൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല നിലകളിലായിട്ടുള്ള പാർക്കിംഗ് ആണ്. പക്ഷേ ഇവിടെ 95% പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് നടക്കുന്നത്. അതിന് കാരണവുമുണ്ട്. 2020 ഒക്ടോബർ 11 പാർക്കിംഗ് കേന്ദ്രം നിർമ്മാണം തുടങ്ങിയത്. ഇഴഞ്ഞു നീങ്ങിയ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് 2025 ഒക്ടോബർ 31. ആകെയുള്ളത് 6 നിലകൾ. ഒരേ സമയം 124 കാറുകൾ പാർക്ക് ചെയ്യാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തി. അതിപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങോട്ടേക്ക് കയറുന്നതേയില്ല. 10% താഴെ മാത്രമാണ് ദിവസവും പാർക്കിംഗ് നടക്കുന്നത്. അതും താഴെ മാത്രം വാഹനം വെച്ചാൽ മതിയെന്നാണ് അധികം പേരും പറയുന്നത്. പൊതുവെ വലിയ തിരക്കില്ലാത്ത ഇടമാണിത്. സ്റ്റേഡിയത്തിനടുത്ത് റോഡരികിലും വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അധികം വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെയില്ല. പണി പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായി ഉദ്ഘാടനം നടത്താത്തതിനാൽ വാഹനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ആളുകൾക്ക് ആശങ്കയുണ്ട്. 5 വർഷത്തിലേറെയായിട്ട് എഴിഞ്ഞു നീങ്ങുന്ന പ്രോജക്റ്റാണ്. ഇപ്പോൾ വളരെ അവസാന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയോ ആണ് അതിൽ ഒരെണ്ണത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. മറ്റതിപ്പോഴും അതിൻ്റെ ഫൈനൽ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ ഒന്നും ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിഞ്ഞിട്ടില്ല. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് അനധികൃതമായിട്ടുള്ള പാർക്കിങ് അതിപ്പോഴും നിർബാധം തുടരുകയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇത്രയും ഇതിലൊരു റിസ്ക് ഫീലിംഗ് ആളുകൾക്ക് ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള ആശങ്ക, അത് കൃത്യമായിട്ടുള്ള രീതിയിലല്ല നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു ആശങ്കയും ആളുകൾക്കുണ്ട്. അനധികൃത പാർക്കിങ്ങിന് പിഴ ഈടാക്കിയാൽ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ എത്തുമെന്നാണ് കോർപ്പറേഷൻ മേയർ പറയുന്നത്. തുടക്കത്തിലെ മന്ദതയാണെന്നും ദിവസങ്ങൾ കഴിയുമ്പോൾ പാർക്കിംഗ് കേന്ദ്രത്തിൽ തിരക്ക് കൂടുമെന്നുമാണ് മേയറുടെ പ്രതീക്ഷ. ഞങ്ങൾ ആളുകൾക്ക് പ്രത്യേകിച്ച് പുതിയ സംവിധാനം വരുമ്പോൾ അതിനോട് ഒത്തുപോകാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ആദ്യ കുറച്ച് ദിവസം സൗജന്യമായി ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവിടെ ഏതാണ്ട് 10-75ഓളം വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ പരിസരത്തുള്ള അനധികൃത പാർക്കിങ്ങിനൊക്കെ ഫൈൻ ഈടാക്കിക്കൊണ്ട് വെക്കാൻ അനുവദിക്കാതിരുന്നാൽ മാത്രമേ ഈ രീതിയിൽ ആളുകൾ കടന്നു വരൂ. മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം തിരക്കുള്ള സ്ഥലങ്ങളിൽ വളരെ അത്യാവശ്യമായി വേണ്ട ഒന്നാണ്. പക്ഷേ കൃത്യമായ സ്ഥലം കണ്ടെത്തി സമയബന്ധിതമായി പണി പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരെയും അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കും. ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇത്തരത്തിൽ പാഴായി പോകുന്നതും. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.